വെൽക്കം ടു മൈ ചാനൽ Sridevi Art. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ലോഗോ ആണ്. എൻ്റെ ചാനൽ Sridevi Art ആയതുകൊണ്ട് ഞാൻ Sridevi Artന്റെ ലോഗോ ആക്കി. പിന്നെ നിങ്ങളുടെ ചാനലിലും എന്താണെന്ന് വെച്ചാൽ അതിന്റെ ലോഗോ ആക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമന്റും ചെയ്യുക. അപ്പോൾ നമുക്ക് ലോഗോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു ക്യാൻവാസ് എടുക്കുക. നിങ്ങളടുത്ത് ക്യാൻവാസ് ഇല്ലെങ്കിൽ കാർഡ്ബോർഡ് എടുക്കുക. അതിന് ശേഷം നമുക്ക് ഏതാണ് ഇഷ്ടമുള്ള പെയിന്റ് വെച്ചാൽ അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് യെല്ലോ പെയിന്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ക്യാൻവാസിന് യെല്ലോ ആക്രിലിക് പെയിന്റ് ഫുള്ളായിട്ടൊന്ന് അടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഡ്രൈയും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിൽ ഒരു ക്യൂട്ടായിട്ടുള്ള ഒന്ന് ഗേൾ ആക്കണം. അപ്പം നമുക്ക് ആ ഒരു ഗേൾ എങ്ങനെയാണ് ആക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് ഗേൾ ആക്കണം. ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ബോൾ ആക്കി ക്ലേ വെച്ചിട്ട് ബോളാക്കിയിട്ട് ഇങ്ങനെ ഫിനിഷിങ് കൊടുത്തു ഇതുപോലെ. ഇപ്പം നമ്മളെ ഗേളിൻ്റെ ഫേസായി എന്നാൽ നമുക്ക് അതിനെ നെക്കും ബോഡി ആക്കണം. നമ്മളെ ഗേളിന്റെ ടോപ്പ് ആയിട്ടുണ്ട്. എന്നാൽ നമുക്കതിനെ സ്കേർട്ട് ആക്കാം. ഇപ്പൊ നമുക്ക് ഡോളിന്റെ ലെഗ്സ് ആക്കണം. നമുക്ക് ഇവിടെ ആ ഒരു ഗേളിൻ്റെ ഇങ്ങനെ ബെൽറ്റ് ആക്കി കൊടുക്കാം. അപ്പൊ നമുക്ക് ആ ഒരു ബെൽറ്റ് എങ്ങനെയാണ് ആക്കുന്നത് നോക്കാം. അപ്പൊ നമുക്ക് ഗേളിന്റെ ഹാൻഡിന് നമ്മൾ ലെഗ് നേരത്തെ ആക്കിയ പോലെ തന്നെ സെയിം തന്നെ ഹാൻഡ് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഇവിടെ ഇതുപോലെ ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി. ഇങ്ങനെ ഫിറ്റ് ചെയ്ത പോലെ ഇതുപോലെ. നമുക്ക് അടുത്തതിന്റെ ഹെയർ ആക്കാം. അപ്പൊ നമുക്ക് ഹെയർ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു റെക്ടാങ്കിൾ പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ക്ലേ വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ സ്ട്രിപ്പായിട്ട് ക്ലേ കൊണ്ട് ഇങ്ങനെ ഓരോ സ്ട്രിപ്സ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ക്ലീനെ ഇങ്ങനെ സ്ട്രിപ്സ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒരു ഇങ്ങനെ ഷാർപ്പായിട്ടുള്ള ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു ഹെയറിന്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കാം ഇതുപോലെ. നമുക്ക് ഈ ഒരു ഹെഡിന്റെ ഭാഗത്ത് ഇങ്ങനെ ഓരോ സ്ട്രിപ്സ് ആയിട്ട് എടുത്തതിന് ശേഷം ഇങ്ങനെ കുറച്ചായിട്ട് ചെറുങ്ങനെ ഇങ്ങനെ അതിനെ കേർലി ചെയ്ത് കൊടുക്കുക. എന്നിട്ടിങ്ങനെ നമുക്കിങ്ങനെ ഇപ്പൊ നമ്മളെ ഗേൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനൊരു ഐസും നോസൊക്കെ ആക്കണം. അപ്പൊ നമ്മൾ ഐസ് പെയിന്റ് വെച്ചിട്ട് ഇങ്ങനെ ഡോട്ട്സ് കൊടുക്കും. പിന്നെ നമുക്ക് നോസിനൊരു സ്മോൾ ആയിട്ടുള്ള ഒരു മിനി ടൈപ്പ് സർക്കിൾ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കും. അതിന് ഒരു കുഞ്ഞിങ്ങനെ സർക്കിൾ ഇങ്ങനെ ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് നമുക്ക് ഒരു ഇതുപോലെ തന്നെ സെയിം ബോ ആക്കിയിട്ട് ഇവിടെ വെച്ച് കൊടുക്കാം. നമുക്ക് ഈ ഒരു ക്യൂട്ട് ഗണ്ണിന് ഈ ഒരു ഹാൻഡിൽ നമ്മളൊരു സ്മോൾ ആയിട്ടുള്ള ഒരു മിനി പാലറ്റ് ആക്കും, പെയിന്റ് പാലറ്റ്. അപ്പോൾ അതെങ്ങനെ ആക്കുന്നത് നോക്കാം. നമുക്ക് ഈ ഒരു ഗേളിന് പെയിന്റ് അടിക്കാം. ഇപ്പൊ നമ്മൾ ഈ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഗേൾ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മൊത്തമായിട്ട് പെയിന്റ് അടിച്ച് നല്ല വൃത്തി ഡ്രൈ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ഗേളിനെ എടുത്തു മാറ്റിയിട്ട് ഈ ഒരു യെല്ലോ കളർ നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ആ ഒരു ക്യാൻവാസിൽ ഈ ഒരു ഗേൾ ഇവിടെ ഒട്ടിച്ചു കൊടുക്കും. ഇപ്പൊ ഞാൻ ഇവിടെ ഈ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഗേൾ ഇവരൊന്ന് ഞാൻ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഫെവിക്കോളിനുണ്ട്. ഇനി നമുക്ക് ഇവിടെ എൻ്റെ ചാനലിൻ്റെ നെയിം ശ്രീദേവി ആർട്ട് ആയതുകൊണ്ട് ഞാനത് ക്ലേ വെച്ച് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഓരോ ഇങ്ങനെ ലെറ്റേഴ്സ് ഇങ്ങനെ ആക്കും, ശ്രീദേവി ആർട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ആക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ നിന്ന് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാലറ്റും ബ്രഷും ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ബ്രഷ് ആക്കാനും പാലറ്റ് ആക്കാനും ഭയങ്കര ഈസിയാണ്. ഈ പാലറ്റ് നേരത്തെ നമ്മൾ ചെറിയ പാലറ്റ് ആക്കില്ല, അതിൻ്റെ ബിഗ് ആക്കി. പിന്നെ ഈ ബ്രഷ് ആക്കാൻ ക്ലേ ഇങ്ങനെ റോൾ ചെയ്തെടുത്തതിന് ശേഷം ഒരു ലീഫ് ഷേപ്പ് കൊടുത്തു, അങ്ങനെയാണ് ആക്കിയത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ എന്തെങ്കിലും ആയിട്ട് വെച്ചിട്ട് ഇവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് ഇവിടെ ഒരു യൂട്യൂബിന്റെ സിമ്പൽ ആക്കണം. അപ്പോൾ അതാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലേന്റെ പീസ് എടുക്കാം, ഒരു കുഞ്ഞി സ്മോൾ പീസ് ഇത്ര പോലെ എടുക്കാം. ഇതിന് ശേഷം അതിനൊന്ന് റോൾ ബോൾ ടൈപ്പ് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക, ഒരു ബോൾ ടൈപ്പ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു യൂട്യൂബിൻ്റെ സിമ്പിൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് പെയിൻ്റ് അടിച്ചതിന് ശേഷം. പിന്നെ നമുക്ക് ഇവിടെ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് എൻ്റെ ബാക്കിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ബോർഡിൽ ഒന്ന് ഒട്ടിച്ചെടുക്കും. ഇപ്പോൾ നമ്മളെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലോഗോ റെഡി ആയിട്ടുണ്ട്.